രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് അങ്ങനെ 2 ആഴ്ചയ്ക്ക് ശേഷം ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. എംഎൽഎ ഇന്ന് തന്നെ ജയിൽ മോചിതനായിരിക്കും. പുറത്തേക്ക് ഇറങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത നീക്കം എന്താണെന്ന് കൗതുകത്തോടുകൂടി ഉറ്റുനോക്കുകയാണ് കേരളം. വീണ്ടും പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകുമോ? സൈബർ ഭടന്മാർക്കൊപ്പം ചേർന്ന് എന്ത് കരുനീക്കമാണ് ഇനി രാഹുൽ നടത്താൻ പോകുന്നത് എന്നൊക്കെ കേരളം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്താണ് എന്ന് നമുക്ക് വിലയിരുത്താം. ഇന്നത്തെ ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ അക്ഷയ ദാമോദരൻ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അക്ഷയ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം. അത് ആദ്യം മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യം കിട്ടിയില്ല, പിന്നീട് സെഷൻസ് കോടതിയിലേക്ക് പോകുമ്പോൾ 3ാമത്തെ പരാതിയിൽ ജാമ്യം ലഭിക്കുകയാണ്. കാരണം ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ശാസ്തമംഗലം അജിത്ത് അതിനിശ്ചിതമായിട്ട് വാദിച്ചത്. അപ്പോൾ നമുക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത നീക്കം രാഹുല് പഴയതുപോലെ പാലക്കാടേക്ക് മണ്ഡലത്തിലേക്ക് പോകുമോ? പഴയതുപോലെ തന്നെ പഴയതിൽ കൂടുതൽ വീര്യത്തോടുകൂടി ആളുകളെ ഫേസ് ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റത്തോടുകൂടി ഇറങ്ങുമോ എന്നുള്ളതാണ്. അക്ഷയ്ക്ക് എന്താണ് മനസ്സിലാവുന്നത്? ആദ്യം കൈപ്പു പറഞ്ഞതുപോലെ തന്നെ 3ാമത്തെ കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ. ആദ്യ 2 കേസും അങ്ങനെ തന്നെ അവശേഷിക്കുന്നുണ്ട്. ആ കേസിന്റെ തുടർ നടപടികൾ ഉണ്ടാകും. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കറിയാം ആദ്യ 2 കേസുകൾ വരുന്നു, 2നും ജാമ്യം കിട്ടുന്നു. പിന്നെ രാഹുലിന്റെ വലിയ ഷോയൊക്കെ കേരളം കാണുന്നു. എന്നാൽ ആ ഷോയ്ക്കുള്ള സാധ്യത ഇനി കുറവായിരിക്കും. ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടി ഇത്രയും മണിക്കൂറായി. ഫേസ്ബുക്കിലൊന്നും ഒരിടത്ത് പോലും രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഇല്ല. അതായത് രാഹുലിന് വേണ്ടിയുള്ള PR വർക്ക് എടുത്തിരുന്നവരൊക്കെ ഒരുപക്ഷെ ആ പണി അവസാനിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇപ്പോൾ ആ PR പണി എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളൊന്നും ഇതിൽ ഇപ്പോൾ ആ സപ്പോർട്ടും എത്തുന്നില്ല. രാഹുലിനെ ജയിലിൽ കാണാൻ മനസ്സിലാക്കിയാണ് രാഹുലിന് അല്ലേ? രാഹുലിന് കുറച്ചുകൂടി കെണിയ സൈബർ അറ്റാക്ക് ഒക്കെ കോടതി വീക്ഷിക്കുക. ഇനിയിപ്പോൾ എനിക്കൊന്ന് ജാമ്യത്തിന്റെ നമ്മുടെ വെർഡിക്റ്റ് ഉത്തരവ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൽ ഈ സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകൾ ഒരു പക്ഷേ അതിൽ ഒരു തരത്തിലും പരാതിക്കാരെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഉണ്ടാകരുത് എന്ന് ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അദ്ദേഹം കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ പോസ്റ്റാണ്, കേരളത്തിലെ പ്രബുദ്ധരായ ജനം അവരെത്ര മറച്ചു വെച്ചാലും കേൾക്കേണ്ടതൊക്കെ കേൾക്കുമെന്നുള്ളത്. ഒരുപക്ഷെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലാണ്ടാകുന്ന ഈ സപ്പോർട്ട് ഒരുപക്ഷെ പിന്തുണ നമ്മൾ ജനങ്ങൾ കേട്ടു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇനി പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇനി എങ്ങനെയായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. മാസങ്ങൾക്കപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്തായാലും പൊളിറ്റിക്കൽ കരിയർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള സാധ്യത രാഹുൽ അന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയത്തും പോലീസുകാരോട് പറഞ്ഞു, വെല്ലുവിളിച്ചു, ഞാൻ അവിടെ സ്വന്തമായിട്ട് മത്സരിച്ചാൽ പോലും ഞാൻ ജയിക്കാൻ ഉള്ള സാഹചര്യം എനിക്ക് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാഹസത്തിന് മുതിരുമോ? ഇന്നലെ ഷാഫി പറമ്പിലിനോട് മാധ്യമപ്രവർത്തകർ അത് ചോദിക്കുന്നുണ്ടായിരുന്നു, പാലക്കാട് ആരായിരിക്കും അടുത്ത് മത്സരിക്കാൻ സാധ്യത എന്ന്. അപ്പോൾ സിറ്റിംഗ് MLA ആയിരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അല്ല എന്നുള്ള രീതിയിലുള്ള മറുപടി അദ്ദേഹം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും കോൺഗ്രസിൽ നിന്നുള്ള ആ തരത്തിൽ മത്സരിക്കില്ല. ഇനി സ്വതന്ത്രനായ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. ഈ 2 കേസുകൾ വന്നതിന് ശേഷം രാഹുൽ ആവുന്നത്ര പണിയെടുത്തിരുന്നു. ഈ അറസ്റ്റിലാവുന്ന അന്നേ ദിവസം തന്നെ രാഹുൽ അവിടെ പല പരിപാടികളിലും ക്ഷേത്രങ്ങളിലൊക്കെ സജീവമായി എല്ലാ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ജയിച്ച് കയറാനോ അല്ലെങ്കിൽ അങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ അവതരിക്കാനുള്ള സാധ്യത പോലും രാഹുലിനില്ല. അതായത് നിലവിലിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അല്പസമയത്തിലേക്കെങ്കിലും അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്കെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകില്ല, വാനിഷ്ഡ് ആവുമെന്ന് നമ്മൾ കരുതേണ്ടി വരും. മാത്രമല്ല, ഈ 2 കേസുകൾ അല്ലെങ്കിൽ ആദ്യ കേസ് 1 കേസ് അതിൻ്റെ ഒരു ശ്രേണി നോക്കിക്കഴിഞ്ഞാൽ ഓരോ കേസുകൾ വരുമ്പോഴെന്താണ് വർദ്ധിത വീര്യത്തോടുകൂടി ഈ സൈബർ പോരാളികൾ ഭടന്മാർ പറഞ്ഞതെന്താണ്? രാഹുൽ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ്, മാത്രമല്ല ഒരു കഴിവുള്ള ഒരു മനുഷ്യനെ കുരുതി കൊടുക്കുകയാണ്. ഈ സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നാക്രമണമായിരുന്നു നമ്മൾ കണ്ടത്. അപ്പോൾ ഈ 3ാമത്തെ കേസിൽ ജാമ്യം ലഭിക്കുമ്പോൾ പൂർണ്ണ കുറ്റവിമുക്തനാക്കപ്പെട്ട രീതിയിലേക്ക് ഒരു വേലങ്കി ചാർത്തിക്കൊണ്ടുള്ള ഒരു സൈബർ എഴുത്തിലേക്ക് തൽക്കാലം പോകുന്നില്ലെങ്കിൽ നാളെ നമ്മൾ കാണേണ്ടതല്ലേ? കാരണം ഇതൊന്നും ഈ മുഖമില്ലാത്ത ആളുകളല്ല ഈ ഫേസ്ബുക്കിൽ എഴുതുന്നത്. അങ്ങനെ ഒരു അവഹേളനത്തിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ലെന്നാണോ അക്ഷയ് പറയുന്നത്? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്നുള്ളതാണ് ഈ പ്രോസിക്യൂഷൻ പ്രധാനമായും വാദിച്ച കാര്യം. ഒരു കേസല്ല, എത്രമാത്രം കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പക്ഷേ കേസ് വരില്ല എന്ന് ആര് കണ്ടു അല്ലെ? ഇനിയും കേസ് വരാനുള്ള സാധ്യതയും ആരോപണങ്ങൾ പലതും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനിയും ആ തരത്തിലേക്ക് ഞാൻ പറഞ്ഞത്, ഫെനി നയനാൻ കഴിഞ്ഞ ദിവസം ഒരു വെല്ലുവിളി നടത്തുന്നത്, അതായത് ഈ 3ാമത്തെ കേസിന്റെ ഗൂഢാലോചനയ്ക്ക് എന്റെ പക്കൽ തെളിവുണ്ട്, ഞാനത് പുറത്തേക്ക് വിടുമെന്ന് ഫെനി നയനാൻ കഴിഞ്ഞ ദിവസമാണ് പറയുന്നത്. അപ്പോൾ ഇരകൾക്ക് നേരെ വീണ്ടും അവഹേളനം അല്ലെങ്കിൽ ഗോവിന്ദ മാഷിന്റെ പദപ്രയോഗം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാഷ് പറയാൻ 18ഓളം കേസുകൾ ഇനിയും വരാൻ, 18ഇല്ലെങ്കിലും ഇനിയും കേസുകളൊക്കെ നൽകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ പറയുന്ന ഫെനി നയനാനെയോ മറ്റാരെങ്കിലുമൊക്കെ ടൂളാക്കി രാഹുൽ ഇനിയും ഉപയോഗിച്ചേക്കില്ലേ?
ഇതുവരെ അങ്ങനെ ഭയപ്പെടുത്തി വെക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അത്രമാത്രം ആക്രമണമാണ്. ആദ്യം പരാതിയുമായി വന്ന പെൺകുട്ടിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം നമ്മളൊക്കെ കണ്ടതാണ്, രണ്ടാമതും കണ്ടതാണ്. പക്ഷേ മൂന്നാമത്തെ പരാതി വന്ന് രാഹുൽ അറസ്റ്റിലായതിനു ശേഷമേ അത് ആളുകൾക്ക് ബോധ്യപ്പെടുമല്ലോ. ഒന്നോ രണ്ടോ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു പാവം നേരത്തെ പറഞ്ഞ പോലെ കഴിവുള്ള മനുഷ്യരാണ്, അയാൾക്ക് കഴിവ് കൂടി പോയതാണ് പ്രശ്നം. കഴിവുള്ളതാണെന്നുള്ള സംശയമില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി ആരൊക്കെ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ്, രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ നിൽക്കാം. പക്ഷേ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയല്ലേ. ഇത് വെറുതെ പറയുന്നതല്ലേ. ഇതിലൊക്കെ പരാതിക്കാരുണ്ട്, കൃത്യമായിട്ടുള്ള പരാതി മുഖ്യമന്ത്രിക്ക് എത്തുന്നു, പോലീസിലേക്ക് എത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജയിൽവാസത്തിന് മുമ്പും ശേഷവും എങ്ങനെയാണ് തിരിച്ചു കാണുന്നത്? എന്തെങ്കിലും ഒരു പാഠം പഠിക്കാനുള്ള സാധ്യതയുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ? രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേകിച്ച് പാഠം പഠിക്കുന്നു ഞാൻ കരുതുന്നില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസൊക്കെ കഴിഞ്ഞ് ഒളിവിലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ചായ ഊതിക്കുടിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള സമൂഹത്തിന് മുൻപിൽ അയാൾ കാണിച്ച ഷോ എന്താണ്? പിന്നീട് അറസ്റ്റിലാകുമ്പോഴും അയാൾ ചിരിച്ചുകൊണ്ട് അയാൾ ഇവിടെ ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾക്കൊപ്പം ഇങ്ങനെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന പരാതികൾ പറയുന്ന സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനെ അയാൾ അംഗീകരിക്കാൻ പറ്റുന്ന, മനുഷ്യത്വമുള്ള മനുഷ്യന്മാർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരാളല്ല. മാത്രമല്ല ഇത്രയും പരാതികളുണ്ട്. ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണെന്നുള്ള സംശയമില്ല. എത്ര കാലങ്ങളായിട്ടുള്ള പരാതിയാണ്. ഒരു MLA ആയിട്ടും ഇയാൾ ഇത് തുടർന്നെങ്കിൽ ഇപ്പൊ കുറച്ച് ദിവസം ജയിലിൽ കിടക്കുന്ന രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസം അവിടെ കിടക്കുന്നു, തിരിച്ചിറങ്ങുന്നു. ഇയാൾ തുടരാനാണ് സാധ്യത. തീർച്ചയായും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് ഇറങ്ങിയതിനു ശേഷമുള്ള നീക്കങ്ങളാണ് വിലയിരുത്തിയത്. അപ്പോൾ പാലക്കാട് മണ്ഡലത്തിലേക്ക് സജീവമാകുമോ, അതല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്? അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള നിലവിലെ, അതായത് സിറ്റിംഗ് MLA ആണ്, MLA ആ മണ്ഡലത്തിലേക്ക് പോകാൻ തടസ്സങ്ങളൊന്നുമില്ല. ഇനിയുള്ള രാഷ്ട്രീയ നീക്കം, രാഹുലിനൊപ്പം ആരൊക്കെ നീക്കം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാത്തിരിക്കേണ്ട കാര്യങ്ങളാണ്.